ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനി നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത വമ്പൻ തമിഴ് സിനിമ അത് കൂലിയാണല്ലോ. അടുത്ത മാസം ഓഗസ്റ്റ് 14 തീയതിയാണ് രജനികാന്ത് നായകനെ എത്തുന്ന ലോകേഷ് സംവിധാനം ചെയ്യുന്ന കൂലി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ കേരള വിതരണാവകാശം HM അസോസിയേറ്റ്സ് എന്ന ഒരു വിതരണ കമ്പനി സ്വന്തമാക്കി എന്ന് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ കൂലി എത്ര കോടി രൂപയ്ക്കാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നേരത്തെ റിപ്പോർട്ട്സ് റൂമേഴ്സ് എല്ലാം തന്നെ ഉണ്ടായതുപോലെ 12 കോടിക്കല്ല മറിച്ച് 14 കോടി രൂപയ്ക്കാണ് സിനിമയുടെ കേരള വിതരണാവകാശം വിറ്റഴിച്ചിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂലിയുടെ കേരള ബിസിനസ്സോടെ വീണ്ടും ഒരിക്കൽ കൂടി വിജയ്ക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റുള്ള താരം രജനികാന്ത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാമെന്ന് നിസ്സംശയം പറയാം. ഈ വീഡിയോയിലൂടെ അടുത്തതായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരളത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റഴിച്ച 5 തമിഴ് സിനിമകളുടെ കേരള റൈറ്റ്സിനെ കുറിച്ചാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, അത് ദളപതി വിജയ് തന്നെയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് കേരളത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റഴിച്ച തമിഴ് സിനിമ. 17 കോടി രൂപയ്ക്കായിരുന്നു സിനിമയുടെ കേരള വിതരണാവകാശം നടന്നത്. രണ്ടാം സ്ഥാനത്ത് മറ്റൊരു വിജയ് ചിത്രം തന്നെയാണ്, അത് ലിയോ എന്ന സിനിമയാണ്. ലോകേഷ് സംവിധാനം ചെയ്ത സിനിമ 16 കോടിക്കായിരുന്നു 2023 കേരളത്തിലേക്ക് വിതരണത്തിനായിട്ട് ഗോകുല മൂവീസ് കൊണ്ടുവന്നത്. 3ഉം 4ഉം സ്ഥാനങ്ങളിൽ ഒരേ താരത്തിന്റെ തന്നെ 2 സിനിമകളാണ്. അതിൽ ഒന്ന് 2.0 എന്ന 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെങ്കിൽ മറ്റൊന്ന് കൂലിയാണ്. ഈ 2 രജനികാന്ത് സിനിമകളും കേരളത്തിലേക്ക് ഒരേ തുകയ്ക്ക്, അതായത് 14 കോടി രൂപയ്ക്കാണ് കൊണ്ടുവന്നത്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ടോമിച്ചൻ മുളകുപാടം വിതരണത്തിനടുത്ത 2.0 എന്ന സിനിമയിലൂടെയാണ് ടോമിച്ചന്റെ കഷ്ടകാലം തുടങ്ങിയത് എന്ന് നിസ്സംശയം പറയാം. 14 കോടിക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന 2.0 2018 6 കോടി പോലും ഷെയർ നേടിയെടുത്തോ എന്ന് സംശയമാണ്. 5ആം സ്ഥാനത്ത് കേരളത്തിൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് കൊണ്ടുവന്ന തമിഴ് സിനിമ അത് കങ്കുവ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സൂര്യയുടെ കങ്കുവ കൃത്യം 10 കോടി രൂപയ്ക്കായിരുന്നു ഗോകുല മൂവീസ് കേരളത്തിലേക്ക് എത്തിച്ചത്. ഈ ടോപ്പ് 5ലുള്ള 5 സിനിമകളിൽ റിലീസായ 4 സിനിമകളിൽ ഒരൊറ്റ സിനിമ മാത്രമേ കേരളത്തിൽ വലിയ ലാഭം നേടിയെടുത്തിട്ടുള്ളൂ, അത് ലിയോ എന്ന സിനിമ മാത്രമാണ്. മറ്റ് 3 സിനിമകളും കേരളത്തിൽ വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമകളാണ്. അതിൽ ഗോട്ട് എന്ന സിനിമ റെക്കോർഡ് തുകയ്ക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ റെക്കോർഡ് തുക നമ്മുടെ കേരളത്തിലെ വിതരണക്കാരന് നഷ്ടമുണ്ടാക്കിയ സിനിമ കൂടിയാണ്. എന്തായാലും ലോകേഷിന്റെ ലിയോ എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ, അതായത് ഒരു തമിഴ് സിനിമയുടെ കേരള റെക്കോർഡ് കളക്ഷനായ 60 കോടി കൂലി എന്ന മറ്റൊരു ലോകേഷ് സിനിമ മറികടക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്ത്? കാത്തിരിക്കൂ കൂടുതൽ കൂലി വാർത്തകൾക്ക്.